2025 മെയ് 18-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് രാഹു 11-ാം ഭാവത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് മാറുന്നു. കേതു 5-ാം ഭാവത്തിൽ നിന്നും 4-ാം ഭാവത്തിലേക്കും മാറുന്നു. കഴിഞ്ഞ 1.5 വർഷമായി നല്ല അനുഭവങ്ങളാണ് രാഹു നൽകിയിരുന്നത്. എന്നാൽ 10-ലെ രാഹുവിൽ നിന്നും ലഭിക്കുന്നത് പ്രതികൂല അനുഭവങ്ങൾ ആയിരിക്കും. മുഖ്യമായും കർമ്മരംഗത്തെ ബാധിക്കാൻ ഇടയുണ്ട്. കർമ്മരംഗത്ത് അസ്വസ്ഥതകൾ അനുഭവപ്പെടും. ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റം കിട്ടാതെ വരും. കച്ചവട രംഗത്ത് ലാഭം കുറയും. തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ നേരിടാം. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും ജനപിന്തുണ കുറയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താൽപ്പര്യക്കുറവും മത്സരങ്ങളിൽ പരാജയം സംഭവിക്കാം. കേതുവിൻ്റെ 4-ാം ഭാവത്തിലെ സ്ഥിതി മൂലം ഗാർഹിക ജീവിതത്തിൽ അസ്വസ്ഥതകൾ കുറയാൻ ഇടയുണ്ട്. വീട്, വാഹനം ഇവയ്ക്ക് അറ്റകുറ്റപ്പണി വേണ്ടിവന്നേക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ക്ലേശാനുഭവങ്ങളും ഉണ്ടാകും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിച്ചേക്കില്ല. മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കും. മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദിക്കിലോ വിദേശത്തോ അവസരം ലഭിക്കും. വിദേശത്ത് പോകുവാൻ പരിശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.